കേരളത്തിലെ ഏറ്റവും വലിയ പാതയായ മലയോര ഹൈവേ കേരളത്തിന്റെ പ്രതീക്ഷയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. റോഡ് വികസനത്തിൽ ഈ സർക്കാർ വലിയ മുന്നേറ്റം നടത്തിയെന്നും മികച്ച നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലയോര ഹൈവേയുടെ ജില്ലയിലെ 3ാം റീച്ചിന്റെയും ചാത്തൻ മാസ്റ്റർ റോഡിന്റെ 2ാം റീച്ചും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ. അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ എം.പി, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു കൃഷ്ണരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VB അശ്വതി, KP ജെയിംസ്, അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ, കോടശ്ശേരി, അതിരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് വെള്ളിക്കുളങ്ങര മുതൽ കോർമല, രണ്ടുകൈ, ചായ്പൻകുഴി, വെറ്റിലപ്പാറ 13 ജംഗ്ഷൻ വഴി വെറ്റിലപ്പാറ വരെ 18.35 കിലോമീറ്റർ നീളത്തിൽ 12 മീറ്റർ വീതിയിലാണ് നിർമ്മാണം. ഇതിനായി 124.69 കോടി രൂപയുടെ സാങ്കേതികാനുമതിയും ലഭിച്ചു. കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പദ്ധതിക്ക് 2016-17 ഭരണാനുമതി ലഭിച്ചിരുന്നു. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് പ്രവൃത്തിയുടെ നിർവഹണ ചുമതല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 1251 കിലോമീറ്റർ ദൂരത്തിൽ 13 ജില്ലകളിലൂടെ മലയോര ഹൈവേ കടന്നുപോകും. ഇതിൽ തൃശൂർ ജില്ലയിലെ 3ാം റീച്ചിലാണ് കേരളത്തിൽ ആദ്യമായി മലയോര ഹൈവേക്കായി നിർമ്മിതികൾ പണം നൽകി ഭൂമി ഏറ്റെടുക്കുന്നത്. കൊടകര, കോടശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് 9.150 കിലോമീറ്റർ നീളം വരുന്ന പുത്തുക്കാവ്, കനകമല, മേച്ചിറ, ചാത്തൻ മാസ്റ്റർ റോഡ്, പൊതുമരാമത്ത് റോഡിന് 8.98 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതികാനുമതിയും ലഭിച്ചിട്ടുണ്ട്. പദ്ധതി പൂർത്തിയാക്കിയ ഇടങ്ങളിലെ അനുഭവം വലിയ മാറ്റമാണ്. ജനങ്ങൾ വലിയ സന്തുഷ്ടരാണ്. വലിയ നിലയിൽ ആ മാറ്റം കാണാനുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ പദ്ധതി ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നീട് പോയിരുന്നു. അപ്പോഴൊക്കെ ഉണ്ടായ അനുഭവമാണ് സൂചിപ്പിക്കുന്നത്. റോഡിന്റെ നിർമ്മാണം തന്നെ ഡിസൈൻഡ് റോഡ് എന്നുള്ള നിലയിലാണ്. BMNBC നിലവാരത്തിൽ നിലനിൽക്കുന്ന റോഡുകളാണ് നിർമ്മിക്കുന്നത്. എല്ലായിടത്തും ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുന്നു. ഭൂരിഭാഗം സ്ഥലത്തും ഡ്രെയിനേജ് ഉണ്ട്. മലയോര മേഖലയ്ക്ക് ഉതകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മലയോര